പൈനാപ്പിളിൻ്റെ ഒരു റെസിപ്പി ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നും പൈനാപ്പിളിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇന്ന് പൈനാപ്പിൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് പൈനാപ്പിൾ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി തിക്നെസ്സിൽ വേണ്ട കട്ട് ചെയ്യാൻ, ഒത്തിരി തിന്നും ആകേണ്ട, ഒത്തിരി തിക്നെസ് വേണ്ട, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും ഇടാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എരിവും പുളിയും മധുരവും ഒക്കെയുള്ള മിക്സഡ് ടേസ്റ്റാണിത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും പൈനാപ്പിൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു വശം ഫ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത വശം തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം പഞ്ചസാര കൂടി തൂക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്.